Hello friends, welcome to Ammu's Mantra. ഇന്ന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അമ്മൂസ് മന്ത്ര നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരു ഹാൻഡ് എംബ്രോയിഡറിയുടെ വീഡിയോ ആണ്. ഒരു സൽവാറിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്ത് അതിനകത്ത് ഡിസൈൻ ഉണ്ടാക്കേണ്ടതെന്നാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്ലീവിൻ്റെ പോർഷനാണ്, ഇവിടെയാണ് നെക്കിൻ്റെ പോർഷൻ. അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഞാൻ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ വെർഷൻ. ലീഫിനും സ്റ്റെമ്മിനും ഒക്കെ ഗ്രീൻ കളറും ഫ്ലവേഴ്സിനും ഒരു വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ട് ഒരു ഡബിൾ കളർ നൂലിട്ടാണ് അവർ ആ ഒറിജിനൽ വേർഷനിൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പം ജസ്റ്റ് ഒരു സിംഗിൾ കളർ നൂലിട്ടിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ സൽവാറിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ എംബ്രോയിഡറി ട്രേസ് ചെയ്തിട്ട് നമ്മൾ ആ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് കാർബൺ പേപ്പർ, നമുക്കറിയാം. ഈ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഞാനത് ട്രേസ് ചെയ്യുന്നത്. വരയ്ക്കാൻ കഴിവുള്ളവർക്ക് സ്വന്തമായിട്ട് വരയ്ക്കാം. ഞാൻ വരയ്ച്ചാൽ അത്ര പെർഫെക്ഷൻ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രേസ് ചെയ്യാണ്. അപ്പം കറക്റ്റായിട്ട് എവിടെയാണോ നമുക്ക് ആ ഡിസൈൻ വേണ്ടത് അവിടെ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡിസൈനും പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പെൻസിലോ പേനോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ താഴെ നമുക്ക് അതിൻ്റെ ഡിസൈൻ വരും. അപ്പം ആ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ ട്രേസ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലൊരു നൂലിട്ടിട്ടാണ് ഞാൻ ഈ എംബ്രോയിഡറി ചെയ്യണേ. ഏത് കളർ നൂലിട്ടും നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. ഇതിപ്പം ഒരു ഡാർക്ക് കളർ ഫാബ്രിക് ആയതുകൊണ്ട് ഞാൻ ഒരു ക്രീം ഓഫ് വൈറ്റ് കളറിലെ നൂലെടുത്തിരിക്കുകയാണ്. ഈ ഹാൻഡ് എംബ്രോയിഡറി നൂല് നമുക്ക് കിട്ടുമ്പോൾ ഒരു 6 സ്ട്രാൻഡ്, 6 കുഞ്ഞു നൂലുകൾ ചേരുന്നതാണ് ഈ ഒറ്റ നൂല്. വേണമെങ്കിൽ ആ 6 നൂലും എടുത്തിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. അതല്ലെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 3 നൂലെടുത്തും ചെയ്യാം. ഞാനിവിടെ 6 നൂലെടുത്തിട്ടാണ് ചെയ്യണേ. എന്നിട്ട് നൂല് കോർത്തിട്ട് നൂലിൻ്റെ 2 അറ്റവും കൂടി ചേർത്ത് കൂട്ടിക്കെട്ടരുത്. 6 നൂല് മാത്രം എടുത്തിട്ട് ജസ്റ്റ് കെട്ടി കൊടുക്കുക. സ്റ്റിച്ച് വിട്ടു പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫ്രെയിം. അതായത് ഒരു പ്ലെയിൻ റിങ്ങും ഒരു സ്ക്രൂവോട് കൂടിയിട്ടുള്ള ഒരു റിങ്ങുമാണ്. നമുക്കിവിടെ സ്ക്രൂ ഉണ്ട്, അപ്പം അത് വെച്ച് ടൈറ്റൻ ചെയ്യാൻ പറ്റും നമ്മുടെ തുണിയെ. അപ്പം ഈ സ്ക്രൂ വരുന്ന ആ ഫ്രെയിം നമ്മുടെ നേരെ വരണം. ആ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിം തുണിയുടെ അടിയിലേക്ക് പോകണം. അപ്പം ആ പ്ലെയിൻ ആയിട്ടുള്ള റിങ് തുണിയുടെ അടിയിൽ വെച്ചിട്ട് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ എംബ്രോയിഡറി വരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യാം. വലിയ എംബ്രോയിഡറിക്ക് ആണെങ്കിൽ ഒരു പോർഷൻ തീർത്തിട്ട് അടുത്ത പോർഷനിലേക്ക്, എന്നിട്ട് ആ സ്ക്രൂ ഉള്ള ഫ്രെയിം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്യണം. നമ്മുടെ തുണി നന്നായിട്ട് ടൈറ്റായിട്ട് ആ റിങ്ങിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ എംബ്രോയിഡറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ അത് തൂങ്ങിക്കിടക്കും. അപ്പം നമ്മൾ ആദ്യം ഫ്രെയിം ജസ്റ്റ് വെച്ചിട്ട് സ്ക്രൂ വെച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. തുണി എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് വലിച്ചിട്ട് ഒന്നുകൂടിയും ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ജൂട്ട് പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ ഒരുപാട് വലിക്കരുത്, ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് നിൽക്കണം. ഡ്രമ്മിൻ്റെയൊക്കെ മുകളിലത്തെ പോലെ ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് നിൽക്കണം. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ടൈറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സ്റ്റെമ്മുണ്ട്, ലീഫുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഒരൊറ്റ നൂലിലാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് നൂലിട്ട് മാത്രമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിൽ ഇതേ കളറിലെ ബീഡ്സ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെമ്മിന് ഞാൻ ഒരു ടൈപ്പ് സ്റ്റിച്ചും ലീഫിനും ഫ്ലവർ പെറ്റൽസിനും വേറൊരു ടൈപ്പ് സ്റ്റിച്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റെം നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം താഴെ ആ സ്ഥലത്ത് നമ്മുടെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കണം. അപ്പോൾ സൂചി ആ കറക്റ്റ് സ്ലോട്ടിൽ കറക്റ്റായിട്ട് കുത്തി മുകളിലേക്ക് എടുത്തു. ഇനി ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. വേഗം ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് വലിയ വലിയ സ്റ്റിച്ച് ഇട്ടാൽ ആ എംബ്രോയിഡറി കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നൊരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെം തുടങ്ങിയെടുത്ത് സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. ഒരു കുഞ്ഞു ലെങ്ത്തിൽ ഒരിത്തിരി ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് താഴേക്ക് കുത്തി ഇറക്കി. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുത്തു.
ഇപ്പം നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഒരിടത്ത് കുത്തി മുകളിലേക്ക് എടുത്തു, വീണ്ടും കുത്തി താഴോട്ട് ഇറക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും കുത്തി മുകളിലേക്ക് എടുത്തു. നമുക്കിത് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യണം. അതായത് ഇനി അടുത്ത സ്റ്റിച്ച് അവിടെ കുത്തി താഴോട്ടിറക്കി, എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഏകദേശം സെൻറ്റർ കണക്കാക്കിയിട്ട് അതിലൂടെ കുത്തി മുകളിലേക്ക് എടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കൈ ആ ബാക്ക് സൈഡിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ സൂചി കറക്റ്റായിട്ട് നമുക്ക് കുത്തി മുകളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്ക് സൈഡിലെ കൈയുടെ സപ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് ആ സൂചി മുകളിലേക്ക് കറക്റ്റായിട്ട് കുത്തിപ്പൊങ്ങാൻ പറ്റുന്നത്. ഇനി നൂല് എവിടെയെങ്കിലും പിരിഞ്ഞ് കിടക്കുകയോ കെട്ടുവരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൈ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ ഈ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ആ സ്റ്റെം കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഒരുപാട് നൂല് വലിക്കരുത്. ജസ്റ്റ് ഒരു സാധാരണ ഒരു വലിവ്, അതായത് പതിഞ്ഞ് നിൽക്കാൻ പാകത്തിനെ വലിക്കാവൂ. ഒരുപാട് വലിച്ചാൽ നമ്മുടെ തുണിയടക്കം വലിഞ്ഞ് ആ സ്റ്റിച്ച് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു 6 കുഞ്ഞു നൂലുകൾ ചേരുന്നതാണ് ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയുടെ നൂല്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഈ നൂല് കറങ്ങി ട്വിസ്റ്റുകൾ വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ആ സൂചി വെച്ചിട്ട് ആ സ്റ്റിച്ച് ഒന്നുകൂടി ഒന്ന് മുകളിലേക്ക് എടുത്ത് പതുക്കെ ഒന്ന് വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു സ്റ്റെമ്മ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാനൊരു ഫ്ലവർ ചെയ്ത് കാണിക്കാം. അതായത് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പെറ്റൽസ് ചേരുന്ന ഒരു ഫ്ലവർ പോലെയാണ് അത് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പം ഓരോ പെറ്റലും ഓരോ സ്റ്റിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ സ്റ്റിച്ചിൻ്റെ പറയുന്ന പേര് ലേസി ഡേസി എന്നാണ്. അതായത് പെറ്റൽ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് എവിടെയാണോ കുത്തി മുകളിലേക്ക് എടുത്തത് അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഒരു ഇഴ വ്യത്യാസത്തിൽ ജസ്റ്റ് തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഒന്നുകൂടി സൂചി കുത്തി, എന്നിട്ട് ആ പെറ്റൽ എൻഡ് ചെയ്യുന്നിടത്ത് സൂചി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് ആ നൂല് വെച്ച് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആ സൂചിയെ ആ നൂല് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സൂചി വലിക്കുമ്പോൾ നമുക്കൊരു ചെയിൻ ഫോം ചെയ്യും. ഇതിനെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് അതിൻ്റെ ആ ചെയിൻ തീരുന്നിടത്ത് ജസ്റ്റ് കുത്തി താഴോട്ട് ഇറക്കുകയാണ്. അപ്പോൾ ഇതിനെ ലേസി ഡേസി സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു പെറ്റൽ ഫോം ചെയ്തത്. ഇതേ സെയിം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ എല്ലാ പെറ്റൽസിനും ലീഫുകൾക്കും കൊടുക്കുന്നത്. അപ്പം സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചും പെറ്റൽസിനും ലീഫിനും ഞാൻ ലേസി ഡേസി സ്റ്റിച്ചുമാണ് ചെയ്യുന്നത്. ഒരു പെറ്റലും കൂടി നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. ആ സൂചി കുത്തിയെടുത്തു എന്ന് തന്നെ തൊട്ട് സൈഡിൽ കൂടെ തന്നെ സൂചി കുത്തി താഴോട്ട് ഇറക്കിയിട്ട് ആ പെറ്റൽ എൻഡ് ചെയ്യുന്നിടത്ത് സൂചി കുത്തി മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് ആ സൂചിയെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ചുറ്റി. എന്നിട്ട് ആ സൂചി വലിച്ച് നൂല് കംപ്ലീറ്റ് എടുത്തു. അപ്പോൾ നമുക്കൊരു വീണ്ടും ഒരു പെറ്റൽ കിട്ടി. ഈ സെയിം രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് പെറ്റൽസും കംപ്ലീറ്റ് ലീഫും ചെയ്യുന്നത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്, കുറച്ചൊരു ക്ഷമ വേണമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ ഹാൻഡ് എംബ്രോയ്ഡറി ഞാൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ളതിൻ്റെ പ്രൊഡക്റ്റാണിത്. ജസ്റ്റ് ആ നെക്കിൻ്റെ അവിടെ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിരുന്നു. പിന്നെ 2 സ്ലീവിലും കൂടി ഞാൻ ചെയ്തു. പിന്നെ ജസ്റ്റ് ആ സ്ലിറ്റിൻ്റെ സൈഡിലായിട്ടും കൂടി ഒരെണ്ണം ചെയ്തു. നമ്മളൊരു എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിനകത്തിന് എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാവണേ. ഇപ്പോൾ ഇതൊരു പ്ലെയിൻ സൽവാറാണ്. ആ പ്ലെയിൻ സൽവാറിൽ ജസ്റ്റ് സ്ലീവിലും ടോപ്പിൻ്റെ 2 സൈഡിലും മാത്രം ഓരോ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിപ്പോയി. കുറേ ബ്ലാങ്ക് ആയിട്ട് ഇവിടെയൊക്കെ ഒന്നും ഇല്ലാത്തതുപോലൊരു ഫീല്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ വീണ്ടും അവിടെ തന്നെ വീണ്ടും തയ്ച്ച് കഴിഞ്ഞെങ്കിലും ഒന്നുകൂടിയും അവിടെ എംബ്രോയ്ഡറി ചെയ്യാം.
അതല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റിച്ചസിൽ അടുത്ത സൽവാറിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫക്ട്സ് മനസ്സിലാക്കി കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സൽവാർ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ആദ്യമായിട്ടാണ് ഒരു സൽവാർ ലൈനിങ് ഇട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് സ്റ്റിച്ചിങ് പഠിച്ചത്. എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്, നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു നല്ല ടിപ്പോ എംബ്രോയ്ഡറിയോ ഒക്കെ ആയിട്ട് അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.